ഹായ് മക്കളെ, എല്ലാവർക്കും എജ്യൂമെറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ലേ? ഓണപരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. എല്ലാ വിഷയത്തിലെ എല്ലാ ചോദ്യങ്ങളും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ നമുക്ക് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിൽ ഉത്തരങ്ങളെല്ലാം ഒന്ന് എഴുതി നോക്കാം. എല്ലാ വിഷയങ്ങളുടെയും ചോദ്യ പേപ്പറുകൾ സോൾവ് ചെയ്തത് നമ്മൾ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാലും ലഭിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഒപ്പരം എന്നുള്ളൊരു കവിത നമുക്കിവിടെ തന്നിട്ടുണ്ട്. സുരേന്ദ്രൻ കാടങ്കോട് എഴുതിയതാണ്. ആ കവിത ഒന്ന് വായിച്ചു നോക്കാം. ആ കളിമൈതാനമാകെ പൂത്തുമ്പികൾ പാറും പോലെ, പൂത്തിരി പൂക്കും പോലെ, ആ കൊച്ചു കിടാങ്ങളിലാകെ പന്തൊന്നു പിടിക്കുവാനുള്ള വെമ്പലൊരു മത്സരമാകുന്നു. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും നിയമങ്ങൾക്കൊത്തും തെറ്റിച്ചും തമ്മിൽ കലരുകയാണവർ. ഈ മൈതാനം എത്രയോ ധന്യം, കുഞ്ഞുപാദങ്ങൾ പുണർന്നതിൻ പുണ്യം. അപ്പോൾ എന്താ മക്കളെ കവിതയിൽ പറയുന്നത്? ഒരു ഗ്രൗണ്ടിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനെ കുറിച്ചാണല്ലേ പറയുന്നത്. അപ്പോൾ അവരുടെ മത്സര വെമ്പലോട് കൂടിയിട്ട് അവർ കളിക്കുന്നതും തോൽക്കുന്നതും ജയിക്കുന്നതും കിതയ്ക്കുന്നതും പിന്നെ നിയമങ്ങൾ തെറ്റിക്കുന്നതും നിയമങ്ങൾ പാലിക്കുന്നതും തമ്മിൽ തള്ളുന്നതും എല്ലാം കൂടെ അല്ലേ. അപ്പം ഇങ്ങനെ എല്ലാമുള്ള ആ ഗ്രൗണ്ട്, ആ ഭൂമി, ആ മൈതാനം എത്രയോ ധന്യമാണെന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, പൂത്തിരി പൂക്കും പോലെ എന്ന് ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? ആഹ്ലാദം, മത്സരം, വിദ്വേഷം, കിതപ്പ്. പൂത്തിരി പൂക്കുമ്പോൾ എന്താ മക്കൾ ഉണ്ടാവുക? പൂത്തിരി കത്തിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? ആഹ്ലാദമാണല്ലേ. അപ്പോൾ പൂത്തിരി പൂക്കും പോലെ എന്ന് പറഞ്ഞാൽ പൂത്തിരി കത്തിക്കുന്നത് പോലെ, അപ്പോൾ അതായത് ആഹ്ലാദമാണ് ഉത്തരം വരുന്നത്. ചോദ്യം 2, പൂത്തുമ്പികൾ പാറുന്നത് പോലെ പാറിയത് ആരാണ്? കൊച്ചുകിടാങ്ങൾ, പന്ത്, നിയമങ്ങൾ, പാദങ്ങൾ. ആരാ മക്കളെ പൂത്തുമ്പികൾ പാറുന്നത് പോലെ മൈതാനത്ത് പാറി നടന്നത്? കൊച്ചുകിടാങ്ങളാണ്. ഇനി ചോദ്യം 3, പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? കിതപ്പ്, മത്സരം, ധന്യത, തോൽവി. പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്താവുന്നു? മത്സരമായിട്ടാണ് മാറുന്നത് അല്ലേ. ഇനി മൈതാനത്തിന്റെ പുണ്യം എന്താണ്? കളിക്കാർ തമ്മിൽ മത്സരിച്ചത്, നിയമങ്ങൾക്കൊത്ത് കളിച്ചത്, കുഞ്ഞുപാദങ്ങൾ പുണർന്നത്, നിയമങ്ങളുള്ളത്. എന്താണ് മൈതാനത്തിന്റെ പുണ്യം എന്ന് പറയുന്നത്? കുഞ്ഞുപാദങ്ങൾ പുണർന്നതാണ്. ആ കുഞ്ഞു കുട്ടികൾ അവിടെ കളിക്കുന്നത് കൊണ്ടാണ് ആ മൈതാനം ധന്യമായി പുണ്യമായി എന്ന് കവി പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 5, ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. ഈ വരികളിൽ അർത്ഥമാകുന്നത് എന്ത്? കുട്ടിക്കളികൾ ഇങ്ങനെയൊക്കെയാണ്, ജയിച്ചേ മതിയാകൂ, ഉന്തും തള്ളും പാടില്ല, തോറ്റാൽ കിതയ്ക്കും. എന്താണ് ഉത്തരം? കുട്ടിക്കളികൾ ഇങ്ങനെയൊക്കെയാണ് അല്ലെ. ഉന്തിയും തള്ളിയും തോറ്റും കിതച്ചും ഒക്കെയാണ് കുട്ടിക്കളികൾ ഉണ്ടാവുക. കുട്ടികൾ കളിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രവർത്തനം 2, അഭിപ്രായക്കുറിപ്പ്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക. പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠത്തിലെ പ്രകാശിന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇനി ഈ പത്രവാർത്ത ശ്രദ്ധിക്കൂ. വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം. കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചു വരുന്നു. താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും. പ്രകാശിന്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. അതായത് ഒരു വിശകലന കുറിപ്പാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അതിലെന്ത് വരണം? പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്നുള്ള പാഠഭാഗത്തിന്റെ ആശയവും അതുപോലെ ഇവിടെ തന്നിട്ടുള്ള ഈ പത്രവാർത്തയുടെ ആശയവും ഉൾക്കൊള്ളിച്ചു വേണം വിശകലനം ചെയ്യാൻ. ഉത്തരം: കലവൂർ രവികുമാർ എഴുതിയ പന്ത് കളിക്കാനൊരു പെൺകുട്ടിയിൽ ഫുട്ബോൾ പ്രേമിയായ അതേസമയം അവസരം നിഷേധിക്കപ്പെടുന്ന സുമംഗലയെ നമുക്ക് കാണാം. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കളിക്കാൻ എന്നെയും കൂട്ടുമോ എന്ന് ചോദിക്കുന്ന സുമംഗലയോട് പ്രകാശൻ പെൺകുട്ടികൾക്ക് പറ്റിയ കളിയല്ല ഫുട്ബോൾ എന്ന് പറയുന്നു. അവന്റെ മറുപടി കേട്ട മറ്റെല്ലാ കുട്ടികളും അത് ശരിവെക്കുന്നു. എന്നാൽ വീട്ടിലെത്തി ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ മഞ്ഞക്കിളിയോട് അവന്റെ അമ്മ അതങ്ങനെയല്ലെന്നും ഫുട്ബോൾ മാത്രമല്ല എല്ലാ മേഖലയിലും പെൺകുട്ടികൾക്ക് തുല്യ അവകാശമുണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിൽ എന്തിനും വിലക്കായിരുന്നു. പല മേഖലകളും പുരുഷന്റെ മാത്രം കുത്തകയായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. കാലത്തോടൊപ്പം തലമുറയുടെ ചിന്താഗതിയും മാറി. ഒരു മേഖലയും ആണുങ്ങളുടെ മാത്രം കുത്തകയല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ പഠിച്ചു വളരുന്നു. പുരുഷനോടൊപ്പം തന്നെ സ്ത്രീ സംവരണവും ശക്തിയാർജിക്കുന്നു. പ്രവർത്തനം 3, ദൃക്സാക്ഷി വിവരണം. സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണിത്. ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ചെഴുതുക.
കൂട്ടുകാരെ, ആവേശമേറിയ ഉറിയടി മത്സരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സുമേഷാണ് ഇന്ന് ഈ ഉറിയടി മത്സരത്തിൽ അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. സുമേഷിൻ്റെ കണ്ണുകൾ കെട്ടി ഇതാ അവനെ വട്ടം കറക്കി കറക്കി ഉറിയടിക്കാനായി രാജു പറഞ്ഞയക്കുകയാണ്. സുമേഷിന് കൃത്യമായൊരു ധാരണ ഇതിലുണ്ടെന്ന് അവൻ്റെ വടിവീശൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാരെ. ഇരു കൈകളെ കൊണ്ടും വടി മുറുകെ പിടിച്ച് കൈ വട്ടത്തിൽ മുകളിലേക്ക് ഉയർത്തി ആഞ്ഞു വീശുകയാണ് കൂട്ടുകാരെ നമ്മുടെ പ്രിയങ്കരനായ സുമേഷ്. ഇതാ അത്ഭുതമെന്ന് പറയട്ടെ, 4ാമത്തെ വീശലിൽ തന്നെ കുടമുടഞ്ഞിരിക്കുന്നു. കൈയടിപ്പിൻ, ആഹ്ലാദിപ്പിൻ. നമ്മുടെ പ്രിയങ്കരനായ സുമേഷ് ഈ മത്സരത്തിൽ മിന്നുന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രവർത്തനം 4 പോസ്റ്റർ. ക്ലാസ് കായികോത്സവത്തിൻ്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളിനിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുന്നു. പതിപ്പിൻ്റെ പ്രകാശനം സെപ്റ്റംബർ 30-ന് പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം. അതിനു മുന്നായിട്ട് അതിൻ്റെ B നോക്കൂ. വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏത് കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? മീൻവായിലൂടോട്ടം, വടംവലി, 3 കാലിലോട്ടം. വടംവലിയാണല്ലേ. ഇനി നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. നോക്കിക്കേ മക്കളെ, ഞാൻ ചെറിയൊരു പോസ്റ്ററിൻ്റെ രൂപം ഇവിടെ തന്നിട്ടുണ്ട്. രസക്കളി 2024 പതിപ്പിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. പിന്നെ കായിക നിമിഷങ്ങളുടെ ഓർമ്മകൾ, നമ്മൾ കായികത്തിൽ നടന്നിട്ടുള്ള ചിത്രങ്ങളും വിവരണങ്ങളും എല്ലാമല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ, കായിക നിമിഷങ്ങളുടെ ഓർമ്മകൾ എന്ന് ചെറുതാക്കി എഴുതുന്നു. എന്താണെന്ന് രത്ന ചുരുക്കം എഴുതി പറ്റുന്നവർ ചിത്രം വരച്ചു കൊടുക്കുക. പ്രകാശനം എന്നാണ് സെപ്റ്റംബർ 30-ന് 10:30 AM രാവിലെ 10:30-നാണ് ചെയ്യുന്നത്. PU ചിത്ര പ്രമുഖ അത്ലറ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിത്രം വരയ്ക്കാവുന്നവർക്ക് ചിത്രം വരച്ച് കൊടുക്കുക. പ്രവർത്തനം 5 ഡയറി കുറിപ്പ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയിയെ നിങ്ങൾക്കറിയാമല്ലോ. ആരാണ്? തകാഹാഷിയാണ് അല്ലേ. അന്നേ ദിവസം തകാഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സങ്കല്പിച്ചെഴുതുക. നമുക്കത് എഴുതാം. അതിന് മുന്നോട്ട് B ചോദ്യം നോക്കൂ. പിടിക്കാവുന്ന 1ഉം 2ഉം പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശൻ നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഓട്ടക്കൈ, കൊട്ടയിൽ വാരി, ജാഗരൂകത. എന്താണ്? ഓട്ടക്കൈ എന്നാണ് അല്ലേ. ഇനി നമുക്ക് ഡയറിയിലേക്ക് കടക്കാം. ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? ആദ്യം നമ്മളൊരു ബോർഡ് വരച്ചു കൊടുക്കണം. പിന്നെ അന്നത്തെ തീയതി, ദിവസം അതിട്ട് കൊടുക്കണം. അതായത് 15/9/2024 തിങ്കൾ. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കായിക മത്സരമായിരുന്നു. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും എനിക്ക് വിജയിക്കാനായി. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ വലുപ്പം അധികമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ കളിയാക്കലുകളൊക്കെ എനിക്ക് മറുപടി കൊടുക്കാനായി. ആദ്യം നടന്നത് മീൻവായിലോട്ട മത്സരമായിരുന്നു. എല്ലാ കുട്ടികളും മീനിൻ്റെ വയറ്റിനുള്ളിലൂടെ ഓടാൻ പ്രയാസപ്പെട്ടപ്പോൾ എനിക്ക് അനായാസമായി അതിനുള്ളിലൂടെ രക്ഷപ്പെടാൻ സാധിച്ചു. പിന്നീട് നടന്ന റിലേ മത്സരത്തിലും ഞാൻ അത് തന്നെ ആവർത്തിച്ചു. കുട്ടികളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ജയിച്ചതിൽ അവർക്ക് ആകെ അത്ഭുതമായിട്ടുണ്ടെന്ന്. അധ്യാപകർ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ മറന്നില്ല. കൊബായാഷി മാസ്റ്റർ എനിക്ക് ഒട്ടേറെ സമ്മാനങ്ങൾ കൈമാറി. ഇനിയും ഇതുപോലെ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അനുമോദിച്ചു. തീർച്ചയായും ഇതുപോലെ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും എന്ന ശുഭപ്രതീക്ഷ എനിക്കിപ്പോൾ ഉണ്ട്. എന്തായാലും ഈ ദിവസം ഒരിക്കലും ഞാൻ മറക്കില്ല. എന്നെ ഒരേ സമയം സന്തോഷവാനും ആത്മവിശ്വാസമുള്ളവനുമാക്കി മാറ്റാൻ ഈ ദിവസത്തിന് സാധിച്ചു. പ്രവർത്തനം 6 ക്വസ്റ്റ്യൻ നോക്കൂ. അനുഭവക്കുറിപ്പ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. മഴയിലും വെയിലിലും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. അത് നമുക്ക് ചെയ്യാം. അതിനു മുന്നേ B ചോദ്യം നോക്കിക്കേ. വാലെ പിടിച്ചും വലിച്ചും പിന്നെ ആരുടെ വാലിലാണ് അവർ പിടിച്ചത്? അരയന്നങ്ങളുടെ, കന്നുകളുടെ, വാനരന്മാരുടെ. ആരുടെയാണ്? വാനരന്മാരുടെ, അതായത് കുരങ്ങന്മാരുടെ അല്ലേ. ഇനി നമുക്ക് അനുഭവക്കുറിപ്പ് ചെയ്യാം. സ്കൂളിൽ വെക്കേഷൻ ആയാൽ ഞങ്ങൾ കുട്ടികളെല്ലാവരും പാടത്തും പറമ്പിലും എല്ലാ ദിവസവും വൈകുന്നേരം കളിയിലായിരിക്കും. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കളിയാണ് ഉപ്പുകളി. 8 കളങ്ങൾ വരച്ച് 2 ടീമുകളായി തിരിഞ്ഞ് ഒരു ടീം മറു ടീമിനെ വകച്ചു വെച്ച് ചാടി കിടന്ന് കളിക്കുന്ന കളിയാണ് ഉപ്പുകളി. ഉപ്പുകളി കളിക്കുമ്പോൾ മഴയാണോ വെയിലാണോ എന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങളുടെ അയൽപ്പക്കത്ത് ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടീമിൽ ഏകദേശം 6 കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. കളിയിലേറെ രസം എന്താണെന്നോ? എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള സ്നാക്കുകളും ബേക്കറികളും മറ്റും കൊണ്ടുവരും. അത് പങ്കുവെക്കുന്നതാണ് ഏറെ രസം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും അമ്മമാർ ആർത്തു വിളിക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ കളി തുടരും. ചില ദിവസങ്ങളിലെല്ലാം വീണ് പരിക്ക് പറ്റാറുണ്ട്.
എന്നാൽ അത് നിസ്സാരമാക്കി അടുത്ത ദിവസം വീണ്ടും ഈ കളി തന്നെ ഞങ്ങൾ ആവർത്തിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പറായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. മറ്റ് ചോദ്യപേപ്പറുകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്